ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഇതിപ്പോൾ ലഞ്ച് ടൈമാണ്, നല്ല വിശപ്പ് കയറിയിരിക്കുകയാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് തമ്പാനൂരുള്ള ഹൈലാൻഡ് ഹോട്ടൽ, അവിടെയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഹൈലാൻഡ് ഹോട്ടൽ വളരെ പ്രസിദ്ധമാണ്, പണ്ട് മുതലേ ഉള്ള ഹോട്ടലാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള മീൽസ് തന്നെയാണ്. ഫിഷ് കറി, താലി മീൽസ്, അതിൻ്റെ കൂടെ പല ടൈപ്പിലുള്ള ഫിഷും ഉണ്ട്. അപ്പം ഞാനും 2-3 ടൈപ്പ് ഫിഷൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ താലി മീൽസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലഞ്ചിൻ്റെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. ഈ ഹൈലാൻഡ് ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈലാൻഡ് ഹോട്ടലിലെത്താം. ഇവിടെ നല്ല റൂംസൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ താമസിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണിത്. പിന്നെ റെസ്റ്റോറൻറ്റും നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാനും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇപ്പം ഞാൻ വന്ന സമയത്ത് എന്താണെങ്കിലും ഇവിടെ റഷൊന്നുമില്ല. ഞാൻ കുറച്ച് നേരത്തെ വന്നു, വീഡിയോയും കൂടെ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഒരു 11:45 ആയപ്പോഴേ ഞാനിങ്ങ് എത്തി. അപ്പോൾ ഇപ്പോൾ ഇവിടെ വലിയ റഷൊന്നുമില്ല. ഞാൻ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് ഒരു സീറ്റും കണ്ടെത്തി ഞാനും ശിഖയും കൂടെ അവിടെ ഇരുന്നു. ഞാൻ ഈ മെനു ജസ്റ്റ് ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇത് ഇവിടെ ഫിഷ് മാത്രമല്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ചിക്കൻ, ബീഫ്, മട്ടൺ, എല്ലാത്തിൻ്റെയും വെറൈറ്റി ഓഫ് ക്യുസീൻസ് ഉണ്ട്. അതുപോലെ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. സ്പെഷ്യാലിറ്റി ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കലത്തെ മീൽസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിറയെ ഐറ്റംസ് ഉണ്ട് കേട്ടോ, നമുക്ക് എല്ലാ ചോയ്സസ് എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അതേ നമ്മളുടെ താലി മീൽസ് വന്നു. ഫിഷ് കറി താലി മീൽസാണ്. നെമ്മീൻ കറിയാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെമ്മീൻ കറിയുണ്ട്, സാമ്പാറുണ്ട്, അവിയൽ, മോര്, രസം, പിന്നെ ഒരു തോരൻ, ക്യാബേജ് തോരനാണെന്ന് തോന്നുന്നു, പായസം, പിക്കിൾസ്, ചമ്മന്തിയുണ്ട്, കപ്പ, മുളക്, അതുപോലെ പപ്പടം. അപ്പോൾ ഇത്രയാണ് താലി മീൽസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ ഓർഡർ ചെയ്ത പ്രോൺസ് ഫ്രൈ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻ പൊള്ളിച്ചത് അല്ലേ, നെയ്മീൻ പൊള്ളിച്ചത് നമുക്ക് തുറക്കാം. കരിമീനും വന്നിട്ടുണ്ട്, കരിമീൻ ഫ്രൈ, നല്ല വലിയ കരിമീനാണ്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എനിക്ക് അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റൂല. പ്രോൺസ് നല്ല മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓവർ സ്പൈസി ഒന്നുമല്ല, പക്ഷെ നല്ല മസാലയാണ് കേട്ടോ. നല്ല പ്രോപ്പറായിട്ടുള്ള മസാലയിൽ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നതാണ്. കൊള്ളാം. പിന്നെ നമുക്ക് ചോറ് കഴിക്കാം. ചോറും സാമ്പാറും. വീട്ടിൽ വയ്ക്കുന്ന അതേ ടൈപ്പ് സാമ്പാറാണ് കേട്ടോ. നമുക്ക് കരിമീൻ കഴിക്കാനുണ്ട്. കരിമീനൊന്ന് നോക്കാമെങ്കിൽ നല്ല വലിയ കരിമീനാണ്. അതിൻ്റെ നടുക്കുന്ന തന്നെ നമുക്ക് ഇളക്കി. നല്ല ചൂടാണല്ലോ. അതേ കരിമീൻ ഫ്രൈ കുറച്ചിങ്ങ് ഇളക്കി എടുത്തു. നല്ല ചൂടാണ്. സൂപ്പർ, നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. കരിമീൻ ഫ്രഷ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് പിടിക്കത്തില്ല. നല്ല ടേസ്റ്റുള്ള കരിമീൻ ഫ്രൈ. എല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ഓവറായിട്ട്, സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ മസാല കുറച്ച് ഓവറായിട്ട് കയറി നിൽക്കും. ഇതിനും ആ ഒരു കുഴപ്പമില്ല. നല്ല ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മസാലയിലാണ് മീൻ വറുത്തിട്ടിരിക്കുന്നത്. നല്ല മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കൊഞ്ചു കൊള്ളാം, അതുപോലെ നമ്മുടെ കരിമീനുണ്ട്. ഇനി നമുക്ക് നെമ്മീൻ പൊള്ളിച്ചത് കഴിക്കാനുണ്ട്, അത് ഞാൻ കഴിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതും കൂട്ടി കുറച്ച് ചോറൊന്ന് കഴിക്കട്ടെ. ഞാൻ കൊഞ്ചും ചോറും കൂടെ ചേർത്ത് തോരനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. തോരനുണ്ട്, കപ്പയുണ്ട്, മീൻകറിയുണ്ട്, നല്ല മാങ്ങയൊക്കെ വെച്ച ചമ്മന്തിയാണ്, കട്ടിച്ചമ്മന്തി. കൊഞ്ച് പൊളി സാധനം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നെമ്മീൻ കറിയല്ലേ, നെമ്മീൻ്റെ പീസൊക്കെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ കറി മാത്രമാണ് എടുത്തേക്കുന്നത്.
നല്ല തേങ്ങാപ്പാലിൽ ചെയ്തേക്കുന്ന നെമ്മീൻ കറി. സൂപ്പർ മീൻ കറിയാണ് കേട്ടോ. ഞാൻ ഒന്നും എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, നമ്മൾ വീട്ടിലൊക്കെ ചെയ്ത് എടുക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് വരുന്നത്. മീൻ കറി നല്ല ആ പുളിയും എല്ലാം പാകത്തിന് തന്നെയാണ്, എരിവും എല്ലാം നല്ല ടേസ്റ്റുള്ള മീൻ കറി. ഇനി ആ പൊള്ളിച്ച മീനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. നെന്മീൻ പൊള്ളിച്ചത് കഴിച്ചു നോക്കട്ടെ. വാഴയിലൊക്കെ വെച്ച് പൊള്ളിച്ച് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, സവാളയുടെ ഒക്കെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. തകർപ്പൻ മീൽസാണ് കേട്ടോ. ഇനി ഒന്ന് കഴിക്കട്ടെ. അപ്പം ഇനി അവിയലും ഒക്കെ ഉണ്ട്. സൂപ്പർ മീൽസ് ആയിരുന്നു, എല്ലാം നല്ല സെറ്റായിട്ട് കഴിച്ചു. അവസാനം മോരും കുടിച്ചു, പായസം ഞാൻ കുടിച്ചില്ല, അതിന് ചിക്കയ്ക്ക് കൊടുത്തു. ബാക്കി മീൻ എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പറായിട്ട് കഴിച്ചു. ഒരു ലൈം ജ്യൂസും വാങ്ങിച്ചു കൊടുത്തു, അവസാനം കുടിക്കാനായിട്ട് ഒരു ലൈം ജ്യൂസ്. സൂപ്പർ മീൽസ് ആയിരുന്നു. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ലഞ്ച് തന്നെയാണ് നമ്മളിവിടെ നിന്ന് കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഹോംലി മീൽസ് എന്നൊക്കെ പറയൂലേ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെ നമുക്ക് മീൽസ് കിട്ടുന്നത്. അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ. സാധാരണ ഹോട്ടൽസിൽ മസാല ഭയങ്കരമായിട്ട് മുകളിലോട്ട് നിൽക്കും. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. എല്ലാ ഡിഷസും ഒരേപോലെ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിമീൻ തന്നെയാണ്. കരിമീനും അതുപോലെ കൊഞ്ചും. മീൻ പൊള്ളിച്ചതും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഭയങ്കര റഷാണ് കേട്ടോ. ഞാൻ അതാണ് ഇപ്പോൾ വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോഴത്തേക്ക് ആൾ വളരെ കുറവായിരുന്നു. കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് റെസ്റ്റോറൻറ്റ് ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ ആൾക്കാർ വെയിറ്റിങ്ങുമാണ്. അപ്പം ഈ ഹോട്ടൽ ഉറപ്പായിട്ടും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ ട്രിവാൻഡ്രം തമ്പാനൂർ വരുന്നുണ്ടെങ്കിൽ ഹോട്ടൽ ഹൈലാൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. നല്ല സൂപ്പർ മീൽസാണ് ഇവിടെ കിട്ടുന്നത്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.